നീ ഇപ്പച്ചി എന്താ കാട്ടുക? പണിക്ക് പോകാൻ പൈസ ഇല്ലാതെ എന്താ കാട്ടുക? നീ എവിടെ പൈസ? എവിടെ? മറ്റൊരു ആഡംബര വസ്തു ഇന്നലെ ഇങ്ങോട്ട് രാത്രി പോകാൻ പറ്റപ്പോ എന്താ പറഞ്ഞേ? സത്യം കുറെ ആൾക്കാർ ചോദിച്ചു പണിക്ക് പോണില്ലേ, എത്ര ഞങ്ങളെ ചെലവൊക്കെ, ജീവിക്കാനുള്ള പൈസന്റെ ചെലവ് കൂടെയാണ്. ഞങ്ങൾക്ക് ഒരു മാസം ജീവിക്കാൻ വേണ്ട ചിലവ് സാധനം മൊത്തം കടം വാങ്ങാനാണ്. കടം വാങ്ങാറ് ഞങ്ങൾക്ക് സ്വന്തം സ്റ്റോർ ഉണ്ട്. ഓനല്ലോ എന്റെ പേര് നോക്കിന്നാണ്, ഓള് വിളിക്കണ നോക്കിന്നാണ്. ഇത് ഞാൻ എന്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനോടല്ല പറയുന്നത് കേട്ടോ. ഞങ്ങളെ നാട്ടിൽ കുറച്ച് ആൾക്കാർ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത്. എന്റെ ബൈക്കിൽ പെട്രോള് മിനിമം 2500, അതായത് ഒരു മാസം മൊത്തം അടിക്കണമെങ്കിൽ ബുള്ളറ്റ്. അതാണ് ഞങ്ങളെ ദുർച്ചാവനാണ്, കാരണം വണ്ടിക്ക് മൈലേജ് ഇല്ല. അപ്പം നെറ്റ് 370, എന്റെ ഫോൺ ബില്ല്, വോൾട്ടിന്റെ ഫോൺ ബില്ല് ഓക്കെ റീചാർജ് ചെയ്യലില്ല ഗൈസ്. എന്തിനാ ഇജ്ജ് പറയാൻ പറ്റില്ല. ഈ മാസം കുറച്ച് രാത്രി കിടക്കുമ്പോൾ നോള കണ്ട് സംശയമാണ്, എനിക്ക് AC യിലുണ്ടോ സംശയമാണ്. ഞാൻ അല്ലാത്ത സമയത്ത് AC വല്ലാണ്ട് കറണ്ട് ബില്ലിട്ട് തുലക്കരുത് ടോമട്ടി. നിറമുത്ത മുഖവടിവാലും കവിൽ തടം മലരുടെ പുതു ഇതളാലും കമറൊളി മയങ്ങുന്ന മുഖത്തെളിവാലും സുവർണ ചുണ്ടാനക്കി പൊൻ ചിരിത്ത് കാട്ടും സുറുമ കൺകളാൽ ശിരസുയർത്തി കാട്ടും സുരലോക മണിഹുറുൽ നിസാനിങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുൾ അഹ്ലിങ്ങളെ. വെൽക്കം ടു ചാനൽ. ഇതാരാണ്? എന്താ പണി എനിക്ക്? എന്താ പണി എനിക്ക്? ഇങ്ങനെ ആഡംബര ജീവിതം കഴിച്ചു കഴിഞ്ഞാലേ ഇടോക്ക് അനക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തിന്നാൻ തരാൻ എനിക്ക് പൈസ വേണ്ടേ? ഇടോക്ക് പിന്നെ അനക്കാണെങ്കിൽ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും തിന്നാൻ കിട്ടണം അല്ലേ? എന്തൊക്കും നീ ഇപ്പച്ചി എന്താ കാട്ടുക? പണിക്ക് പോകാൻ പൈസ ഇല്ലാതെ എന്താ കാട്ടുക? നീ എവിടെ പൈസ? എവിടെ? അതില്ല കഴിഞ്ഞിക്കണ് ഗൈസ്. ഓളെ എന്റെ അവിടെ ഇതിൽ കുറച്ച് പൈസ ഉണ്ട്, 100 റുപ്യ കണ്ടിട്ടാണ് ഈ പറയണത്. ഇത് പൈസ അല്ല, കുറച്ച് പൈസ അടിക്ക. ഇതാ പൈസ അറിയില്ല. നോക്കണേ മറ്റൊരു ആഡംബര വസ്തു ഇന്നലെ ഇങ്ങോട്ട് രാത്രി പോകാൻ പറ്റപ്പോ എന്താ പറഞ്ഞേ? സത്യം മന്തിന്റെ അരി എന്താ എന്നോട് പറഞ്ഞത്? വെറുംചോറ് എനിക്ക് മുണ്ടല്ലേ ഒക്കെ വെറുംചോറ് മടുത്തു ഗൈസ്. ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല, 2 ദിവസമായില്ലേ ഓള് മന്തി തിന്നാൻ മൂതയുണ്ടാവും. എന്നിട്ട് ഞാൻ പോയി പാലയാമട്ട് പോയി, പിന്നെ അതിനിടയിൽ കല്യാണങ്ങളൊക്കെ മന്തി വെച്ചിട്ടാണ്. ഇന്നെന്താ കിട്ടിയില്ല മന്തി, അന്ന് ബിരിയാണി. ആര് പറഞ്ഞേ? മറ്റേതോ മറ്റേ സാധനത്തിന്റെ പേരെന്തേന്? സൂബിയാനി. ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് ഞാൻ പാലയാമട്ട് 2-3 ദിവസത്തിന് അന്ന് രാത്രി തിന്നിട്ടില്ലേ ബിരിയാണി? എവിടെ തിന്ന? ഈ കുട്ടികളെയും കൊണ്ട് ഞാൻ തിന്നിട്ടില്ല. നിങ്ങൾ തിന്നാൻ അയച്ചിട്ടില്ലേ? തിന്നാൻ അയച്ചിട്ടില്ലേ? എന്നിട്ട് ഉമ്മച്ചി തലോണ്ട് ഇങ്ങനെ ആയിട്ടില്ല, അങ്ങനെ കാട്ടിക്കളന്നാ. ഉമ്മച്ചി എന്താ കാട്ടിയ? ഞാൻ എന്തേ ഇത് ഓക്കെയാണോ? ഇനി എപ്പാനെ കുട്ടി ഹായ് പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന്. ഉമ്മ കൊടുത്ത എല്ലാവർക്കും പ്ലെയിങ്കിച്ച് കൊടുത്താ? ഇനി തേര് പ്ലെയിങ്കിച്ച് കൊടുത്ത എല്ലാവർക്കും. മൂസിന ഹായ് പറഞ്ഞു കൊടുത്താ? പറഞ്ഞ മൂസിന ഹായ് പറയ്. എടി 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 നമ്മളെ ചാനലിക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇഷ്ടമാണ്, എന്നെ സബ്സ്ക്രൈബ് ചെയ്തിക്കണെന്നൊക്കെ പറഞ്ഞിക്കണ്. എൻ്റെ അമ്മായിയേ എന്തെങ്കിലും പറയുമ്പോൾ ചോദിച്ചോളൂ, ഇങ്ങോട്ട് ചോദ്യം ചെയ്യാനാണ്. പിന്നെ ഗൈസ് ലൈസ് ഞങ്ങൾ എപ്പോഴെങ്കിലും വാങ്ങിക്കൊടുക്കുള്ളൂ. ഇത് ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കൊടുക്കാത്ത സംഭവമാണ്. മുൾട്ടിയേ സത്യം പറഞ്ഞാണ് നമ്മളെ അടുക്കളയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് എന്തിനാണ്? ഭക്ഷണ സാധനത്തിനോട് ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചിലവാക്കുന്ന സാധനം എന്താണ്? ഓയിലോ? പിന്നെ പിന്നെ എങ്ങനെയാണ് ഈ സാമ്പത്തിക ബഡ്ജറ്റ്, ഈ മാസ ബജറ്റിന്റെ തെറ്റിന്? അത് എങ്ങനെയാണ്? ഉപ്പിന് വലിയ പൈസ അല്ല, പാക്കറ്റിന്റെ 10 രൂപ. ഉപ്പ് നല്ലോണം ചെലവാക്കി കുഴപ്പമില്ല. ഉപ്പ് കണ്ടമാനട്ടോ. അനക്ക് ഓയിൽ എന്തിനാ അത്ര എടുക്കണ? അതല്ല ഞാൻ പറയണതേ, ഞാൻ കഴിഞ്ഞ മാസം ബഡ്ജറ്റ് ആകെ തെറ്റിക്കണ്.
എനിക്ക് തോന്നുന്നത് അധിക ചെലവാണെന്നാണ്. അത് വിട്, ഡ്രസ് വിട്, ഡ്രസ്സല്ല ഇവിടുത്തെ പ്രശ്നം, തീറ്റ. പിന്നെ ഈ കാണുന്ന മരുന്നൊക്കെ കേട്ടോ ഗൈസ്, ഇതൊക്കെ ഞങ്ങൾക്ക് ഫ്രീ കിട്ടണ മരുന്നാണ്. ഇതൊക്കെ കണ്ട ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങണം അല്ല കേട്ടോ, ഇതൊക്കെ ഞങ്ങൾക്ക് പക്ക ഫ്രീ. ഞങ്ങളെ സ്വന്തം മുമ്മുള്ളി, ഞങ്ങളെ സർക്കാരിൻ്റെ ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് തരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഞങ്ങൾക്ക് അനാവശ്യമായിട്ട് ചിലവുണ്ടെങ്കിൽ ഇവള് കൺട്രോൾ ചെയ്യും. ശരിക്കും ഇവള് ഇങ്ങനെ കാണുമാരില്ല, നല്ലൊരു നക്കിയാണ്, ചെലവാക്കാൻ മടിയുള്ളൊരു എന്താ പറയാ ഭൂലോക അരക്കെത്തി. കൊരക്കാൻ പാടില്ല. പിന്നെന്താണ് ഇത്? ഒന്ന് കരുതില്ലേ കുറച്ച് സാധനങ്ങള്? പാത്രത്തിന്റെ പാത്രത്തിന്റെ ലൈറ്റ് ഒക്കെ ഇടേ. ഞാൻ ആകെ ലൈറ്റ് ഇടും ഞാനാണെങ്കിൽ ഗൈസ്. നടക്കള് സ്റ്റുഡിയോക്ക് വേണ്ടി 1 2 3 എന്താ പറയുക, എന്നാലും വീഡിയോക്ക് വെളിച്ചം വരുള്ളൂ, അതിന് വേണ്ടി അതൊക്കെ ഇടണം കേട്ടോ. ഇതിലേ ആരോ ഒരാള് ഞങ്ങളെ എന്താ പറയാ പാത്രത്തിന്റെ സ്റ്റാൻഡ് കാണുന്ന പോലെ അടിച്ചു. അപ്പൊ ഒത്തിരി എത്തിച്ചു കൊടുക്ക. എന്താണ് ഇജ്ജ് മാറിക്ക് ഗൈസ്. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാല് കുട്ടിപ്പാത്രം ഇത് പിന്നെ ഇങ്ങനെ ഷോക്ക് വെക്കുക, ഇത് എടുക്കൂല കേട്ടോ. ഇത് പിന്നെ ഞങ്ങളെ ഗ്ലാസ്, ഇതിൽ പിന്നെ ഗ്ലാസ് ഇല്ല, കുറെ പൊട്ടിച്ചു. പിന്നെ ചെറിയ ചെറിയ പ്ലേറ്റുകള്, ഇതിന്റെ മോൾട്ടിന്റെ കുറെ പാത്രങ്ങള്, ഇത് കത്തി കയ്യില് തേങ്ങ മാങ്ങ. അപ്പൊ അതൊക്കെയാണത്. ഇനി ഞാൻ പറയാൻ പോണ വിഷയങ്ങളിലൊക്കെ നമ്മൾ കിടക്കണം കേട്ടോ. യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് ഞങ്ങളെ പറ്റിയിട്ട് ഞങ്ങളെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയതല്ലേ. അപ്പം അതിൽ കുറെ ആൾക്കാർ ചോദിച്ചു, ഇനി ഇത് പണിക്ക് പോണില്ലേ, എത്ര ഞങ്ങളെ ചെലവൊക്കെ, ജീവിക്കാനുള്ള പൈസന്റെ ചെലവ് കൂടെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾക്കൊരു മാസം ജീവിക്കാൻ വേണ്ട ചിലവ് എത്രയെന്നുള്ളൊരു വീഡിയോ ആണ്. ഒരു മാസം, അതായത് ഞാൻ ഗൾഫ് നിർത്താനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നാട്ടിൽ വീടായി എന്നല്ല തോന്നിയപ്പോ എനിക്ക് തോന്നി, പിന്നെ ഇനി കുട്ടികളെ കഴിഞ്ഞ് ഭാവിയിൽ എപ്പോഴെങ്കിലും കെട്ടിക്കുക, അതൊക്കെ വേണമെങ്കിൽ പോലെ പൊതുവെ പഠിച്ച് കെട്ടിട്ട് ചെയ്തോളൂല്ലേ, അത് നമ്മൾ പഠിപ്പിച്ചോ. അങ്ങനെ അതൊന്നും ഞങ്ങളിപ്പോ ആലോചിക്കണില്ല. ഞങ്ങളിപ്പോ ആലോചിക്കണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പം എങ്ങനെ ഉന്തി നള്ളി കൊണ്ടുപോകാം ഈ ചെറിയ ജീവിതം എന്നാണ്. അപ്പം നമ്മൾ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, നാട്ടിലൊക്കെ ആൾക്കാരുണ്ടാവും, ഈ ചെങ്ങായി ഇപ്പൊ വലിയ പെരന്നല്ല, മീൻസ് ഒരു പെരയൊക്കെ വെച്ചു, ഇവന്റെ പണിക്ക് പോണോ കാണില്ല, ഇവൻ ഓടുന്ന ഈ ചെലവിന് പൈസ എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ഗൾഫ് നിർത്തിയ എന്താറോ, നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു ഫോർവേഡ് ലുക്കിംഗ് ഉണ്ടാവുമല്ലോ, അതായത് ഫോർകാസ്റ്റിംഗ്, നമുക്ക് മുന്നിക്ക് നോക്കണ്ടേ. അപ്പൊ എനിക്കും ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ സത്യത്തിൽ പറയട്ടെ, ഞങ്ങളേ സാധനം മൊത്തം കടം വാങ്ങലാണ്. കടം വാങ്ങാറ് ഞങ്ങൾക്ക് സ്വന്തം സ്റ്റോർ ഉണ്ട്, ഓട്ടി സ്റ്റോർ, 5000 രൂപയിലുള്ള മുക്കട്ട. എൻ്റെ മേതാക്കി എൻ്റെ കുഞ്ഞിപ്പി എത്ര കടം എനിക്ക് വെറുതെ തരും. കാരണം അവിടെ എത്ര കൊടുക്കാണ്ട് എന്നുള്ളത് കുഞ്ഞിപ്പാക്ക് അറിയില്ല, ഞാൻ എത്ര കൊടുക്കാണ്ടെന്ന് കുഞ്ഞിപ്പാക്ക് അറിയില്ല, അല്ലെങ്കിൽ മേതാക്ക് അറിയില്ല. കാരണം ഞാൻ എന്താണോ വാങ്ങണത് ഞാൻ എഴുതി വെക്കുകയാണ്. അത് അത്ര ഒരു ആത്മബന്ധ കടയാണ് എനിക്കത്. അപ്പം എനിക്ക് അവിടെ നിന്ന് ഞാൻ എല്ലാം ഇപ്പോൾ വൈകുന്നേരം വിളിച്ച് പറയും, മോനെ അല്ല നോക്കി, മോനെ നല്ല കേട്ടോ, എൻ്റെ പേര് നോക്കിന്നാണ്, ഓള് വിളിക്കണ നോക്കിന്നാണ്. ഒരാൾ ചോദിച്ചിട്ട് മോട്ടിനെ എന്താ വിളിക്കല്, മോട്ടിനെ വിളിക്കല് നോക്കിന്നാട്ടോ. അപ്പം പുറമല്ല കണ്ണില് വീട് വെച്ച് നമ്മൾ ഭയങ്കര ആർഭാട ജീവിതമാണെന്ന് ചിലവർക്ക് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഒന്നുകൊണ്ട് ശരിക്കും ഇത് ഞാൻ എന്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനോടല്ല പറയുന്നത് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ കുറച്ച് ആൾക്കാർ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇങ്ങനെ പിടിച്ചായിട്ട് കൈ വാങ്ങും. മോട്ടി പറയുന്ന മോട്ടി എന്താ പറയാൻ വേണ്ടി നാവ് എടുത്തിന് എന്തിന് എന്താ പറയാ, എന്നെ വീട്ടിൽ വിളിക്കണ പേര് നോക്കി മോന്, ഇവിടെ പറ മോനെ വിളിച്ചാലും ചിന്നെ നോക്കി എന്നല്ല വിളിക്കല്. അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് പറയാന്ന് വെച്ചാൽ മോട്ടി സ്റ്റാൻഡ് കൊണ്ടിട്ടുണ്ട്, അതാണ് ഞങ്ങൾ സ്റ്റഡി സ്റ്റാൻഡ് കിട്ടും. അതാണ് ഞങ്ങൾ വളരെ എന്താ പറയാ മാന്യമായ ഒരു ജീവിതം നയിക്കുന്ന ആൾക്കാരായതുകൊണ്ടേ ഞങ്ങൾക്ക് വലിയ ചെലവില്ല ഒക്കെ ഇതിനും. സ്റ്റാൻഡ് വെക്കട്ടെ. അയ്യോ ശരിയായിട്ടില്ല. ധനിയോടെ എല്ലാരും സ്ക്രീനിൽ വിളിക്കും. ഇനി ഹാജർ പറയും, ഹാജർ പറയും. അപ്പൊ കണ്ടോളി, ഞാൻ ഗൾഫ് നിർത്താനുള്ള മെയിൻ കാരണം എന്താ വെച്ചാല് വീടായി. ഞാൻ അവിടെ പോയി കളിച്ച് ഈ ഒച്ച ഉണ്ടാക്കി ഇപ്പച്ചി പറയണത് കേൾക്കൂല, അങ്ങോട്ട് പോയിക്കോളി. എന്നാ ഇപ്പച്ചി അങ്ങോട്ട് പോട്ടെന്നാ. എന്തേ ഒച്ച ഉണ്ടാകൂടി കേൾക്കൂല, അപ്പൊ ഞാൻ പറയണ്ടേ. അപ്പേ ഗൾഫ് ഞാൻ നിർത്തി. ഗൾഫ് നിർത്താതെ ഞാൻ പറഞ്ഞ കാരണം ഇതാണ്, നാട്ടില് ഇതൊക്കെ സെറ്റപ്പൊക്കെ ആയപ്പോ നിർത്തി. പിന്നെ ജീവിക്കാൻ വളരെ ചുരുങ്ങിയ പൈസ മതി. ചില ആൾക്കാർ ആഡംബരാണ്. അപ്പൊ അൽഹംദുലില്ലാ എനിക്ക് കിട്ടിയ ഭാര്യ ആയിക്കോട്ടെ, ഇനിയിപ്പോ മക്കളായിക്കോട്ടെ, മക്കളിന് ചെലവില്ലല്ലോ, ഞാൻ വാങ്ങിക്കൊടുത്തതാണ്. അത് പറയാൻ മാത്രമേ ആയിട്ടില്ല. കൊരക്കല്ലേ അടിയിലാണെങ്കിൽ ഇറ്റങ്ങളെ ഒച്ചമ്പൊളി ഇവിടെ അവളെ കൊരക്കലും.
ഗൈസ് ഡി ഹായ് പറയണി രണ്ടാളും ധനി ഹായ് പറഞ്ഞിട്ടില്ല അവിടെ നോളിട്ടോ നീ ഞങ്ങൾ പിന്നാലെ വരുമോ വരരുത്തിട്ടോ ഞാൻ അങ്ങോട്ട് പോകട്ടെ അങ്ങോട്ട് വരരുത്തിട്ടോ വരണ്ട അവിടെ വന്നോ രണ്ടാളും വെച്ചിന് മടി പേരിക്ക്. അപ്പൊ ഇനി തുറന്നു പറയാണ് മാസ ചെലവ് ഞങ്ങൾക്ക് ജീവിക്കാൻ എത്ര വേണമെന്നുള്ളത് കേട്ടോളി. ചിലപ്പോ ഈ വീഡിയോ ലെങ്ത് കൂടും, അപ്പൊ ഒന്നും കരുതണ്ട. കാരണം കുറെ ദിവസമായി ലെങ്ത്തിൽ വീഡിയോ കിട്ടിട്ട് ഞാൻ ഒരു അരമണിക്കൂർ വീഡിയോ ഇടണം കരുതും. പക്ഷെ മോൾട്ടി അറിയാം ആരും കാണൂല കേട്ടോ. നമ്മൾ പുതുക്കക്കാരാണ്. ഞാൻ പറഞ്ഞു നമ്മൾ പുതുക്കൊന്നല്ല, നമ്മളൊക്കെ ഇപ്പൊ പഴകിക്കണം. ആൾക്കാർക്ക് ഇന്ന ഇഷ്ടമായിക്കണം, എന്നെ ഇഷ്ടമായിക്കണം, കുട്ടികൾക്ക് ഇഷ്ടമായിക്കണം. വീഡിയോ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ പിന്നെ തുറന്നു പറയണം. അപ്പൊ കേട്ടോളി ഞങ്ങളുടെ ജീവിത ചെലവുകൾ എങ്ങനെയൊക്കെയാണ് പോണത്. ഞങ്ങൾക്ക് അരിസാധനങ്ങൾ, അതായത് പലചരക്ക് സാധനം വാങ്ങല് കറക്റ്റ് പറയണമെങ്കിൽ 3500-ന്റെയും 4000-ന്റെയും ഇടയിലേ ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ അല്ലേ. ഒരു മാസത്തിനുണ്ട് ഞങ്ങളുടെ ചെലവ്. അപ്പൊ എത്ര കണക്കൂട്ടിക്കും? 4000 രൂപ കൂട്ടി മാക്സിമം. പിന്നെ എന്റെ ബൈക്കിൽ പെട്രോള് മിനിമം 2500, അതായത് ഒരു മാസം മൊത്തം അടിക്കണമെങ്കിൽ ബുള്ളറ്റ്. അതാണ് ഞങ്ങളെ ദുർച്ചലവനാണ്. കാരണം വണ്ടിക്ക് മൈലേജ് ഇല്ല. അപ്പം അതിക്ക് എണ്ണ അടിച്ചിട്ട് തൊലയാണ്. അതൊന്ന്. പിന്നെന്താ കൂട്ടിയെ? അത് ഓക്കെ മുണ്ടല്ലേ, ഞാൻ പറയാ തെറ്റിച്ചല്ലേ. നെറ്റ് 370, എന്റെ ഫോൺ ബില്ല്, മോൾട്ടിന്റെ ഫോൺ ബില്ല്. ഓക്കെ റീചാർജ് ചെയ്യലില്ല ഗൈസ്. എന്തിന് പേരന്റിനുള്ളിൽ വൈഫൈ ഉണ്ട്. ഓക്കെ ഞാൻ എന്തിന് വെറുതെ ഒരു 300 രൂപ കളയണം. അപ്പം എനിക്ക് നെറ്റ് പുറത്തു പോകുമ്പോ വേണം. പിന്നെ വൈഫൈ രണ്ടും വളരെ 1000 രൂപ കൂട്ടിക്കോ. അപ്പൊ എത്രയായി? 2500-ഉം 2500-ഉം മുണ്ടല്ലേ തുടങ്ങട്ടെ. 4-6-500, ഒരു 7-500 ഇപ്പൊ അങ്ങനെ കേട്ടോ. പിന്നെ ഗ്യാസ് 2 മാസത്തിൽ ഒരു കുറ്റി മതി. അപ്പൊ പിന്നെ 500 രൂപ കൂട്ടിയാൽ മതി. അപ്പൊ എത്രയായി? 7500-ഉം 8000 രൂപ അതായി. പിന്നെ ഞങ്ങൾക്ക് അതർ എക്സ്പെൻസ് എന്ന് പറയാൻ എന്താണ് അറിയോ? കറണ്ട് ബില്ല് ഞങ്ങൾക്ക് 2 മാസത്തിൽ ഒരു 1500-നുള്ളിൽ വരുള്ളൂ. അപ്പൊ ഒരു 700 രൂപ കൂട്ടിയാൽ മതി അല്ലെ, അല്ലെങ്കിൽ 600 രൂപ കൂട്ടിയാൽ മതി. ഇത് പറയാൻ പറ്റില്ല. ഈ മാസം കുറച്ച് രാത്രി കിടക്കുമ്പോൾ നോള കണ്ട് സംശയമാണ്. എനിക്ക് AC യിലുണ്ടോ സംശയമാണ്. ഞാൻ അല്ലാത്ത സമയത്ത് AC വല്ലായിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ല് ഇട്ടിട്ട് തുലക്കരുത് ടൊമോട്ടി. എനിക്കത് പറയാം. അപ്പം അതിന് 1000 രൂപ കൂട്ടിക്കോളി. അപ്പൊ 9000 രൂപ. പിന്നെ അല്ലറ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ്. അതാണ് ഞങ്ങളെ മെയിൻ എക്സ്പെൻസ്. കാരണം എനിക്ക് രാത്രി വരുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡ് ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. ഉച്ചക്കോ അതിനെ രാത്രി തന്നെ. അപ്പം 100 ആയിക്കോട്ടെ. അപ്പൊ ഇപ്പത്തെ അവസ്ഥയിൽ ഇപ്പൊ ഇങ്ങനെ ഒറ്റക്ക് പോകുന്നതുകൊണ്ട് ഒരു 150-160 രൂപ ഉണ്ടെങ്കിൽ ഒരു ക്വാർട്ടർ മന്തി, ഒരു കോയിന്റെ ചെസ്റ്റ് പീസും കൊടുന്നു കഴിഞ്ഞാല് ഞങ്ങൾ ഇവിടെ 4 തിന്നാം. കാരണം ഞാനും വല്ലാതെ കഴിക്കൂല, ഓളും വല്ലാതെ കഴിക്കൂല. കുട്ടികൾക്ക് പിന്നെ കുറച്ച് മതിയല്ലോ. അതെ, അതിനാണ് ഞങ്ങള് കഞ്ഞിയും പയഞ്ചോറ കുട്ടികൾക്ക്. എന്നിട്ട് ഞാൻ കൊണ്ടുവരുന്ന മന്തിക്ക് ഓള് കുട്ടികളെ കാത്തിരിക്കും. ആയിക്കോട്ടെ, അതിനൊരു 2500 രൂപ കൂട്ടിക്കും. അല്ലേ വേണ്ട, അതിന് 3000 രൂപ കൂട്ടിക്കും. അല്ല 2000 രൂപ എന്തായാലും ചിലവുണ്ട്. എനിക്ക് ഇങ്ങനെ ഇരുന്ന് മുടങ്ങിയാൽ മതിയല്ലോ. 2500 രൂപ അല്ല 2000 രൂപ കിട്ടിയാൽ മതി. അപ്പൊ 8-2 10,000 രൂപ അവിടെ അയക്കണേ. 10 ആയിരുന്നു. പിന്നെ ഈ പെരുമ്പ കുറച്ച് കടങ്ങളുണ്ട് കേട്ടോ. പക്ഷെ അതിപ്പോ ഞാൻ പറയണില്ല. അത് കടങ്ങൾ പറഞ്ഞാൽ വേറെയാണ്. ജീവിക്കാനുള്ള ചെലവാണ് ഞാൻ പറയണത്. അപ്പം ഹോസ്പിറ്റല് ചെറിയ അസുഖങ്ങളാണെങ്കിൽ ഞങ്ങൾ മുമ്പിലേക്ക് പോവുള്ളൂ. ഞങ്ങള് മറ്റേ ഡോക്ടർമാരെ കാണിക്കുന്നില്ല, ഏത് പെയ്ഡുള്ളത്. പിന്നെ എനിക്ക് അവിടെ വേദന വരുത്തുന്നൊക്കെ പറയുന്നത് ഞാൻ ഏതൊരു ഡോക്ടർമാരെ കാണിക്കും. ഓൾക്ക് ഫീസ് അല്ലറല്ല ഹോസ്പിറ്റലിൽ 1500, 11,500. പിന്നെന്താ അങ്ങോട്ട് നമുക്ക് ചെലവ് വരുന്നത്? പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് പിരിവാർക്ക് ഒരു 500 രൂപ, 12,000 രൂപ വേണം. കാരണം പിരിവാർ എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയില്ല. കാരണം ചില ലക്ഷ്യം നോക്കി വരുന്ന കുറച്ച് മൂല്യന്മാരുണ്ട്, അതേമാതിരി കുറച്ച് ടീമുണ്ട്. അപ്പൊ പിരിവാർ നമുക്ക് അൽഹംദുലില്ലാ കഴിഞ്ഞ മാസം തന്നെ ഞാൻ ഒരു 500 രൂപ അല്ലേ കൊടുത്തത്. വെറുതെ പറയല്ലോട്ടെ, കൊടുത്ത പറഞ്ഞ കൂലി പോകുന്ന പറയാന്നല്ല, ഓള് പറഞ്ഞ കൂലി കേൾക്കുക, അല്ലെങ്കിൽ ഇവിടെ കേൾക്കൂല. അപ്പൊ പിരിവാരത്ത് 500 രൂപ കിട്ടിയാൽ മതി. പിന്നെ കുട്ടികൾക്ക് ലേസ് 20 രൂപ. കാരണം ഇപ്പൊ ലേസ് വാങ്ങലില്ല. മോട്ടിന്റെ റിക്വസ്റ്റ് പ്രകാരം ഇപ്പം മറ്റേ പറഞ്ഞാൽ ബിസ്ക്കറ്റ് ഒന്നും കൊണ്ടുവരില്ല. പിന്നെ ഇപ്പൊ എന്താ മോട്ടി നമുക്ക് ചെലവ്? കോഴി ഇറച്ചി പുറത്ത് വാങ്ങണതോ അത് കൂട്ടിയിട്ടില്ലല്ലോ. ഫുഡിൽ പെടൂല മോളെ. അനക്കറിയില്ല. അത് അതിലെത്തൂല. അതിന് 1000 രൂപയിലും കൂട്ടിക്കോ. അത് ഒരു 1500 രൂപയിലും കൂട്ടം ശരിക്കും. ഇപ്പൊ ഇവിടെ എത്തി പറഞ്ഞൊക്കെ തെറ്റിയോ? 12-13,500 രൂപയായി. പിന്നെ അല്ലറ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ കുടിക്കണ പരിപാടി കയറട് ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ മറ്റു അസുഖങ്ങളും അടവുകളും കാര്യങ്ങളുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് നാട്ടിൽ ജീവിച്ചു പോവാം. പിന്നെ ഞാൻ എന്തിനു ഗൾഫിനെ ആശ്രയിക്കണം? ഞാൻ ഗൾഫ് പോകണോ? എന്നോട് വെച്ചു മോട്ടിയെ. കഴിഞ്ഞ മാസം കല്യാണം ഉണ്ടായിനോ?
എത്ര പോയി നമ്മൾ മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ കൊടുക്കുന്നതും വരുന്നതൊക്കെ വേറെ കേട്ടോ. അത് നാട്ടിൽ നിൽക്കുമ്പോഴാണ് ചില കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം എന്റെ വീഡിയോ കാണുന്ന ഗൾഫിൽ നിൽക്കുന്ന ആരെങ്കിലും പെണ്ണുങ്ങളും മാപ്പിളാരും ആരെങ്കിലും ഈ വീഡിയോ ഒന്ന് കേൾക്കണം, ഈ വീഡിയോ ഒന്ന് കാണണം. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം, സാധാരണ വേറെ കടങ്ങളും ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാണ്ടെങ്കിൽ ആർഭാടല്ലാതെ ജീവിക്കാതെ മതി, സുഖസുന്ദരമായിട്ട് നാട്ടിൽ കഴിഞ്ഞു പോവാം. ഒരു 15,000 റുപ്യ കിട്ടുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നാട്ടിൽ ആർഭാടല്ലാതെ കഴിഞ്ഞു. ഞാൻ പോവാണ് ഇവിടുന്ന്. അപ്പൊ ഗൈസ് ഇവരായിട്ട് അധികം വീഡിയോ നടക്കൂല. അപ്പൊ കണ്ടില്ല നിങ്ങൾ, ചെറിയ ജീവിതമാണ്. 15,000 റുപ്യ ഉണ്ടെങ്കിൽ ഞങ്ങളെ ഈ ആർഭാട ജീവിതം വെറും 15,000 റുപ്യ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കഴിച്ചു പോവാം. പിന്നെ ബാക്കി അടവുകളും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാഹ് ഉണ്ട്. ബാക്കി അടവുകളും കാര്യങ്ങളും അത് ഞങ്ങൾക്ക് ഉണ്ട്. അതങ്ങനെ കടഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ അല്ല എന്റെ വരുമാന സ്രോതസ്സുകൾ. അതാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. അപ്പം നേരെ എനിക്കൊരു ഉമ്മപ്പ തരും തോന്നുന്നു ഗൈസ്. പറ്റി പിടിച്ചിട്ടില്ല ഗൈസ്, പറ്റി പിടിച്ച് അമർത്തിയിട്ടില്ല ഗൈസ്. മൂക്കുമ്പോ ഉമ്മ വെച്ചിട്ടില്ല ഗൈസ്, മൂക്കുമ്പോ ഉമ്മ വെച്ചിട്ടില്ല ഗൈസ്. കണ്ണുമ്പോ ഉമ്മ വെച്ചിക്കണോ ഗൈസ്, പിരികത്തുമ്പോ ഉമ്മ വെച്ചിക്കണോ ഗൈസ്, നെറ്റി മുമ്പ് വെച്ചിക്കണോ ഗൈസ്, നെറ്റി. ആ നല്ല കുട്ടിയാണ് ഗൈസ്. ഇനി പറ്റി പിടിച്ച് അമർത്തിയിട്ട് ഓ ചുണ്ടുമ്പോ വന്നിട്ടില്ലല്ലോ. ആ അല്ലേ വേണ്ട, എന്റെ കുറെ എനിക്കിന്റെ കുറെ എനിക്കും കിട്ടും. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പറയില്ല എല്ലാവരോടും. അപ്പൊ 15,000 റുപ്യ ഉണ്ടെങ്കിൽ സുഖസുന്ദരമായി നമുക്ക് ജീവിക്കാം ഗൈസ്. അപ്പൊ എല്ലാവരോടും ഗുഡ് ബൈ പറയും. ഗുഡ് ബൈ. കുറക്കല്ലേ പോയിക്കൊള്ളി.